ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം നല്ല കിച്ചണിലേക്ക് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ. എല്ലാത്തിന്റെയും വിലയും അതിന്റെ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് വിശദമായിട്ട് ഓരോന്നോരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ 2 കണ്ടെയ്നേഴ്സ് ആണ് വരുന്നത്. ഇത് ഗ്ലാസിന്റെ 2 കണ്ടെയ്നർ ആണ് കേട്ടോ. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1000 ml ആണ്. പിന്നെ ഇതിന്റെ ഷേപ്പ് ഒരു സ്ക്വയർ ഷേപ്പാണ്, ഒരു സ്ക്വയർ പോലത്തെ ഒരു ഷേപ്പാണ്. അപ്പൊ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല കട്ടിയുള്ള ഗ്ലാസ് ആണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടത്തില്ല. നമ്മൾ ഗ്ലാസ് ആയതുകൊണ്ട് സൂക്ഷിക്കണം, എന്നാലും അങ്ങനെ പെട്ടെന്ന് പൊട്ടല്ല, കട്ടിയുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഇത് എയർ ടൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഇട്ട് വെക്കുന്ന സാധനങ്ങളൊന്നും അങ്ങനെ തണുത്തു പോവുക അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാനിപ്പോ ഇതിനകത്ത് പൊടികൾ എന്തെങ്കിലും ഇട്ട് വെക്കാനായിട്ടാണ്. അപ്പൊ ഞാൻ ഗോതമ്പ് പൊടി, പുട്ടുപൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനാണ് വാങ്ങിച്ചത്. നമുക്ക് എന്ത് വേണേലും ഇട്ട് വെക്കാം. നമ്മുടെ പലഹാരങ്ങൾ, എന്താ പറയുക, ബിസ്ക്കറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് വെച്ചാലും തണുത്തു പോകത്തൊന്നുമില്ല. നല്ല സേഫ് ആയിട്ട് വെക്കാം കേട്ടോ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ ഗോഡ് സെയിൽ നടന്ന സമയത്താണ് വാങ്ങിച്ചത്. അപ്പൊ ഇതിന് 2 എണ്ണത്തിനും കൂടി 210 രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. പക്ഷെ ഇപ്പൊ ഇതിന്റെ റേറ്റ് 238 ആയിട്ടുണ്ട് കേട്ടോ. ആ ഗോഡ് സെയിലാണ് എനിക്കത് ഓഫറിൽ കിട്ടിയതാണ്. ഇപ്പൊ 238 രൂപയാണ് ഈ 2 എണ്ണത്തിനും കൂടി വരുന്നത് കേട്ടോ. അതായത് 2 ഗ്ലാസ് ജാറിനും കൂടി 230. അപ്പൊ ഞാൻ ഒന്നിനകത്ത് ഗോതമ്പ് പൊടിയും ഒന്നിനകത്ത് പുട്ടുപൊടിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ റേറ്റിന് ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല വെർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അടുത്തത് ഇതുപോലത്തെ ഗ്ലാസ് ജാറുകളാണ്. ഇതൊരു 6 എണ്ണത്തിന്റെ ഒരു സെറ്റാണ് കേട്ടോ വരുന്നത്. പിന്നെ ആദ്യം കാണിച്ച പോലത്തെ അത്രയും കട്ടിയുള്ള ഗ്ലാസ് അല്ല കേട്ടോ ഇതിൻ്റെത്. ആദ്യത്തേത് കുറച്ചും കൂടി നല്ല കട്ടി ഉണ്ടായിരുന്നു. ഇതിന്റെ ഗ്ലാസ്സിന് അത്രയും കട്ടിയില്ല കേട്ടോ. പിന്നെ ഇതിന്റെ ലിഡ് വരുന്നത് വുഡൻ ലിഡാണ് കേട്ടോ. വുഡിന്റെ പോലത്തെ ലിഡാണ്. അപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ആ ലിഡ് കാണാനായിട്ട്. പിന്നെ ഇതും എയർ ടൈറ്റ് ആണ്, വാഷർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എയർ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും, തണുത്തൊന്നും പോകത്തില്ല. അതിനകത്ത് ഇട്ട് വെക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 270 ml ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ കൊള്ളത്തില്ല. കുറച്ച് സാധനങ്ങൾ 270 ml വരുന്ന അത്രയും ക്വാണ്ടിറ്റി അതിനകത്ത് കൊള്ളത്തുള്ളൂ. ഞാനിപ്പോ ഇത് വാങ്ങിച്ചിരിക്കുന്നത് സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സ്പൈസസ് ഇട്ട് വെക്കാം. അതുപോലെ തന്നെ പൊടികൾ ഇപ്പം കുറച്ച് 270 ml വരുന്ന ക്വാണ്ടിറ്റിയിലുള്ള പൊടികളൊക്കെ വേണമെങ്കിൽ ഇട്ട് വെക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളും നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ. ഇതിന്റെ വില ഞാൻ മേടിക്കുമ്പം ഈ 6 എണ്ണത്തിന്റെ സെറ്റിന് 410 രൂപയായിരുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗോഡ് സെയിലിൽ വാങ്ങിച്ചുകൊണ്ടാണ് എനിക്ക് ആ റേറ്റിന് കിട്ടിയത്. ഇപ്പം ഇതിന്റെ വില 565 രൂപയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതൊന്ന് കാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനി സെയിലൊക്കെ നടക്കുന്ന സമയത്ത് നോക്കുവാണെങ്കിൽ ഇതിലും റേറ്റ് കുറഞ്ഞ ഇതുപോലെ 410 നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇപ്പം സെയിൽ കഴിഞ്ഞപ്പോൾ റേറ്റ് കൂടിയേക്കുന്നതാണ്. അപ്പൊ കാർട്ട് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് സെയിലൊക്കെ നടക്കുന്ന സമയത്ത് നോക്കിയാൽ മതി. അപ്പൊ ഇതുപോലെ റേറ്റ് കുറച്ച് കിട്ടും കേട്ടോ. ഞാൻ എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവേ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിന്റെയും ലിങ്ക് കിട്ടും കേട്ടോ. അടുത്തത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ. ഇത് 8 എണ്ണത്തിന്റെ ഒരു സെറ്റാണ് കേട്ടോ. 8 എണ്ണം വരുന്നതാണ്. അതിൽ 4 എണ്ണം ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിലും 4 എണ്ണം സ്ക്വയർ ഷേപ്പിലുമാണ് കേട്ടോ വരുന്നത്. അതിൽ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്നതാണ് എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. അതിനകത്താകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡ്രെയിൻ പ്ലേറ്റും വരുന്നുണ്ട്. അപ്പൊ അതാകുമ്പം വെജിറ്റബിൾസ് അങ്ങനെ പെട്ടെന്ന് ചീത്തയാവത്തില്ല. പിന്നെ നമുക്ക് നീളമുള്ള വെജിറ്റബിൾസ്, ഇപ്പൊ പയറ്, അതുപോലെ ക്യാരറ്റ്, അങ്ങനെ കുക്കുംബർ, അങ്ങനെയുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ളതെല്ലാം ഇതിൽ വെക്കാലോ. പിന്നെ ഇത് നമുക്ക് ഫ്രീസറിലോട്ടും യൂസ് ചെയ്യാം കേട്ടോ. മീനൊക്കെ ആണെങ്കിലും അങ്ങനെ നീളത്തിൽ വെച്ചിട്ട് ഫ്രീസറിലേക്ക് നമുക്ക് യൂസ് ചെയ്യാലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഉപകാരം കൂടുതൽ ഇതിനാ തോന്നിയത്, ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളത്. ഇപ്പൊ ഇതുപോലെ മല്ലിയിലയൊക്കെ ആണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. ആ ഡ്രെയിൻ പ്ലേറ്റ് ഉള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ഞാൻ മേടിച്ചപ്പോൾ 279 ആയിരുന്നേ. പക്ഷെ ഇപ്പൊ ഇതിന്റെ റേറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പം റേറ്റ് 384 ആയിട്ടുണ്ട് കേട്ടോ. ഈ 8 എണ്ണത്തിന്റെ ഈ 8 കൂടി വരുന്ന ആ ഒരു സെറ്റിന് കേട്ടോ. പിന്നെ ഈ സ്ക്വയർ പോലത്തെ ഇതിനകത്ത് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തൊക്കെ വെക്കാൻ പറ്റും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് അങ്ങ് കപ്പാസിറ്റി ഇല്ല. കാരണം 500 ml അതിനുള്ളൊരു കപ്പാസിറ്റി അല്ല അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും പറ്റില്ല. എന്നാലും നമുക്ക് സ്കൂളിലേക്ക് കുറച്ച് പിള്ളേർക്ക് പിറ്റേ ദിവസം സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തൊക്കെ, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാനൊക്കെ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അങ്ങനെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഈ കണ്ടെയ്നറും നല്ലതാണ് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഒരു ടിഷ്യൂ ബോക്സ് ഹോൾഡർ ആണ്.
ഇത് കണ്ടു കഴിഞ്ഞൊരു റേഡിയോ പോലെ തോന്നും. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് ഞാൻ കിച്ചണിലേക്ക് വാങ്ങിച്ചതാണ്. ചിലപ്പോൾ ഞാനിത് ലിവിംഗ് റൂമിലേക്ക് മാറ്റും കേട്ടോ, അത്ര ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് കിച്ചണിൽ മാത്രമല്ല കേട്ടോ, ലിവിംഗ് റൂമിലൊക്കെ വെക്കാം കേട്ടോ, നല്ല നല്ല രസമുണ്ടേ കാണാനായിട്ട്. ഇത് നമുക്ക് ടിഷ്യൂ വെക്കാം, വേറൊന്നുമില്ല, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിനകത്ത് ടിഷ്യൂ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ടിഷ്യൂസ് യൂസ് ചെയ്യാം. കിച്ചണിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒക്കെ അതിന്റെ ഓയിൽ വലിച്ചെടുക്കാനൊക്കെ ടിഷ്യൂവിന്റെ ആവശ്യം വരുമല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലൊരു സാധനമാണ് കേട്ടോ. പിന്നെ ഇതിന്റെ റേറ്റ് ഞാൻ 196 വാങ്ങിയത്, പക്ഷെ ഇപ്പൊ ഇതിന്റെ റേറ്റ് 241 ആണ് കേട്ടോ. അടുത്തത് സ്പൂൺ റെസ്റ്റ്. ഇത് ഞാൻ ഗോഡ് സെയിലിൽ വാങ്ങിയതല്ല കേട്ടോ, ഇത് നേരത്തെ മുതൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കുറെ നാളായിട്ട് എൻ്റെ അടുത്തുള്ളതാണ്. ഇതൊരു അടിപൊളി സാധനമാണ്, ഒന്നും പറയാനില്ല. ഇതുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിന്റെ കൗണ്ടർ ടോപ്പും അതുപോലെ നമ്മുടെ സ്റ്റൗ ഒന്നും വൃത്തികേടാവാണ്ട് നമുക്ക് നീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ കുക്ക് ചെയ്യുന്ന സ്പൂണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ പുറത്ത് വെക്കാം കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കൗണ്ടറും കിച്ചൺ നമ്മുടെ സ്റ്റൗ ഒക്കെ നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 298. ഞാനും ആ വിലയ്ക്ക് തന്നെയാണ് വാങ്ങിയത്. ഇത് ഞാൻ ഗോഡ് സെയിലിൽ വാങ്ങിയതല്ല. ഇപ്പൊ ഇതിന്റെ റേറ്റ് 298 ആണ് കേട്ടോ. അടുത്തത് ഒരു ഓയിൽ ഡിസ്പെൻസർ ആണ്. ഇത് മെറ്റീരിയൽ വരുന്നത് സെറാമിക് ആണ് കേട്ടോ. അതുപോലെ ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 300 ml ആണ് കേട്ടോ. കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ യൂസ് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കണം, കാരണം സെറാമിക് ആയതുകൊണ്ട് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം, കെയർഫുൾ ആയിട്ടൊന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതും ഞാൻ നേരത്തെ മേടിച്ചതാണ് കേട്ടോ. ഇതും ഗോഡ് സെയിലിൽ വാങ്ങിയതല്ല, നേരത്തെ മുതൽ എൻ്റെ അടുത്ത് ഉള്ളതാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന് 289 ആയിരുന്നേ വില, പക്ഷെ ഇപ്പൊ ഇതിന്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് നടത്തുവാണെങ്കിൽ 210 ഇത് കിട്ടും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ 251, നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും 251 ഇതിന് റേറ്റ് വരുന്നുള്ളേ. അപ്പൊ ഇതിന്റെ റേറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കമന്റ്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വേണ്ടവരെല്ലാം പോയി ചെക്ക് ചെയ്ത് വാങ്ങിച്ചോളൂ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.